ഹേ ഗായ്സ് അസ്സലാമലൈക്കും. അപ്പോൾ ഇത് കഴിഞ്ഞല്ലോ ഇന്നലെ. അങ്ങനെ ഞമ്മോ എന്താ പറയുക, ഇന്ന് നാട്ടിൽ പോകാൻ നിൽക്കുന്നില്ല ചേട്ടാ. അങ്ങനെ ഞാനും ഇക്കവും അയാനും പിന്നെ ജുബിമാൻ അവരെല്ലാം വരും. ബാബീനെ അവിടെ കൊണ്ടാക്കണം. എന്താ പറയുക, ബാബി പ്രസവിക്കാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് റെസ്റ്റിന് ബാബീൻ്റെ പെരക്ക് കൊണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ വെയിറ്റ് ആക്കുന്നുള്ളത്. അങ്ങനെ കുറേ ലഗേജ് എല്ലാം ഉണ്ടായിന്. അങ്ങനെ അവരെല്ലാം കൊണ്ടുവരുന്നുണ്ടായിന്. ഞാൻ അവിടെ കാറിലിരുന്നിട്ട് അവർ എന്താ പറയുക വെയിറ്റ് എടുക്കുന്നതെല്ലാം നോക്കിയിട്ട് നിൽക്കുന്നുണ്ടായത്. പയ്യ എന്താ പറയല്, കുറേ ലഗേജ് ഉണ്ടായിരുന്നു കേട്ടാ. ഞാൻ നോക്കുന്നത് പെര കാലിയാക്കുന്നത് അല്ല 2 മാസം പെരക്ക് ഇരിക്കാൻ പോകുന്നതൊന്നും മനസ്സിലായിട്ട് കഴിച്ചു. അങ്ങനെ ഉമ്മാനവരെല്ലാം വന്ന് ഭയ എന്താ പറയുക അയാനും മറ്റേ ഷെസു പാത്തുൻ്റെ അവരൊക്കെ ഫുള്ള് പട്ടി ഷോ കളിക്കുന്നുണ്ടായിരുന്നു. നോക്കുക അവന് എന്താ പറയല് ഡ്രൈവിങ് ആക്കുന്ന ഇക്കാനടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നിട്ട് ഭയ അവരൊക്കെ കുറച്ച് പട്ടി ഷോ ആയിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം നമ്മൾ ഉമ്മാനവരെല്ലാം വന്നെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഭയ്യ ഉമ്മാനവരെ കാണില്ല. ഭയ്യ കുറേ നേരം അവരെ വെയിറ്റ് ആക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ പെരക്ക് പോയിട്ട് പർദ്ദ ഇടാനെല്ലാം പോയിട്ടുണ്ടായത്. ഭയ്യ നമ്മൾ ആടെ ഇരുന്ന് കുറച്ച് നേരം കഥെല്ലാം പറഞ്ഞ് നമ്മൾ രാവിലെ 9 മണിക്ക് വിടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. പക്ഷെ നമ്മൾ വിട്ടത് ഒരു 11 മണിയായിരുന്നേ ഉള്ളൂ. കുളിച്ച് ഫ്രഷായി അതെല്ലാം ആയിട്ട് നല്ല എണിക്കും മുന്നേ കുറച്ച് 8-8:30 മുകളിലത്തേക്ക് എണിച്ചത്. അതാണ് കുഴപ്പം. നല്ല മഴ ഉണ്ടായിരുന്നല്ലോ, അടിക്കാൻ നല്ല പെയ്ത്. ഭയ്യ നമ്മൾ എന്താ പറയല് ആടുന്ന് പോവാൻ നിൽക്കുന്നില്ല ചേട്ടാ. പിന്നെ പുള്ളന്മാരുടെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. ഭയ്യ ആയാലും നല്ല എങ്ങനെ എന്താ പറയല്ലേ ഭയങ്കര വാശിയിട്ടാ. ഭയ്യ നമ്മൾ സുലൈമാൻ്റെ പാട്ട് പാടിക്കൊണ്ട് പോയി. ഇപ്പോൾ എൻ്റെ മൈന് നമുക്ക് എന്താ പറയല് സുലൈമാൻ്റെ ആ പാട്ട് കേട്ടിട്ട് ഓനെ നമ്മ കൈവശാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉമ്മാൻ്റെ വെള്ളം വന്ന് നമ്മൾ ആടുന്ന് വിട്ടിട്ടാ. ഭയ്യ കുറേ ലോങ് ആയിട്ട് നമ്മൾ നല്ല എൻജോയ് ആക്കി എന്ന് പറഞ്ഞെങ്കിൽ ഒന്നാമത് ഇച്ച ഉണ്ടായിന്. അപ്പോൾ ഓനുണ്ടാകുമ്പോൾ നല്ലൊരു വൈബ്. അങ്ങനെ നമ്മൾ എത്തിയല്ല പോയിക്കൊണ്ടുണ്ട്. ഭയ്യ എന്താ പറയല് ഭയ്യ ഒരു സംഭവം നടന്നിട്ടാ. നമ്മൾ പകുതി എത്തുമ്പോഴത്തേക്ക് ഒരു ലോറി ഡ്രൈവർ ഫുള്ള് ചാളി തേച്ച് നമ്മളെ വണ്ടിയും അതിനുള്ളിൽ നമ്മളെ എല്ലാം ഫുള്ള് ചളിയായിട്ട്. അപ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ ബാഗ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇച്ച ഹെൽമെറ്റ് ഇട്ടിട്ട് എന്തിനാ അല്ല ചളി എന്നെ ഒരിക്കൽ അതിൻ്റെ ഉള്ളിലെല്ലാം പോയതിന് കണ്ണെല്ലാം പോയേക്കാണെന്ന് പറഞ്ഞിട്ട് ഹെൽമെറ്റ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് നിൽക്കുന്നുണ്ടായിന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക എനിക്ക് ഭയങ്കര ടയേർഡ് കേട്ടോ. ഞാൻ പറയുന്നുണ്ട് ഇക്കാക്ക് സങ്കട്ടാന്ന്. അപ്പോഴത്തേക്കും നമ്മൾ നക്കണിക്കിൽ സങ്കട്ടാന്ന് പറഞ്ഞെങ്കിൽ ടയേർഡ് അങ്ങനെ ഛർദ്ദിക്കാൻ പറ്റില്ല അങ്ങനെ കേട്ടോ. ഇക്ക നിൻ്റെ സങ്കടം എന്ത് പറ എന്നോട്, നിനക്ക് എന്ത് സങ്കടം ഞാൻ പറഞ്ഞ ആ സങ്കടം എല്ലാം എനിക്ക് സങ്കട്ടാന്ന് പറഞ്ഞിട്ട് എന്നെ ട്രോളിക്കോട് പോയി. ഭയ്യക്ക എന്താ പറയുക എനിക്ക് കുറച്ച് റംബൂട്ടൻ അങ്ങനെയെല്ലാം വാങ്ങിത്തന്ന്. ഭയ്യ കുറച്ച് നമ്മൾ ആടുന്ന് വിട്ട് എല്ലാത്തിൻ്റെ റംബൂട്ടൻ്റെ എല്ലാം ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് തരുന്നുണ്ടായിന്. അതിന് കുറച്ച് കഴിഞ്ഞിട്ട് എന്താ പറയല് ഫസ്റ്റ് ഓനെടുത്തിട്ട് ബാക്കിൽ ഇരുന്നുണ്ടോ. ഞാൻ പറഞ്ഞു അല്ല എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓനക്ക് നിനക്ക് ഉറപ്പായിട്ട് എനിക്ക് തരാതെ തിന്നെങ്കിൽ നീ ഉറപ്പായിട്ട് ബാത്റൂമിൽ തന്നെ ഇരിക്കും എന്നല്ല പറഞ്ഞിട്ട് ഭയ്യ ഓൻ എന്നെ ഒന്നൊന്ന് എല്ലാം ഓപ്പൺ ആക്കി തരുന്നുണ്ടായിന്. അയ്യൻ അപ്പോഴത്തേക്ക് ഉറങ്ങിയിട്ടാ. ഭയ്യ നമ്മൾ കുറച്ച് മുമ്പിൽ എത്തിയിട്ട് നമ്മളത്തേക്ക് കുറച്ച് എന്തെങ്കിലും കുടിക്കാൻ തന്നെ. ഞാൻ കരിമ്പ് ജ്യൂസ് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. എനിക്ക് ജ്യൂസിനല്ല ആ കരിമ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നതന്നെ. മയ്യ ഇത് കൊണ്ട് ഏടിണ്ടായിട്ടാ നമ്മൾ അത് എന്തോ ഒരു ഇതിൽ ഇക്ക സ്പീഡ് പോകുന്നുണ്ട്. എൻ്റെ കണ്ണിൽ ഇത് കണ്ട് പയ്യൻ നമ്മൾ റിട്ടേൺ വന്നിട്ട് അതിൻ്റെ ജ്യൂസ് കുടിച്ചിട്ട് പയ്യൻ ഞാനിക്കണ കാലെല്ലാം പിടിച്ച് ചോദിക്കുക ഞാൻ ചോദിക്കാം പൈസ കൊടുക്കുമ്പോൾ ചോദിക്കാമെന്ന്. അപ്പോൾ എനിക്ക് കുടിക്കുന്നതല്ല, എനിക്ക് കുടിച്ചിട്ട് അത് കിട്ടോ പയ്യെ പോയി ചോദിച്ച് അവർ അത് കട്ടാക്കി തന്നു. പിന്നെ ഞാൻ പേർക്കെത്തുന്നവരെ അത് തീർന്നിട്ടുണ്ടായിട്ടാ. വല്ല അത്ര വലിയ കന്മാണ് എനിക്ക് കട്ടാക്കി തന്നത്. പയ്യെ കുറച്ച് ബാക്കിൽ വെച്ച് പിന്നെ ഞാൻ തിന്നുകൊണ്ട് വന്നേട്ടാ. പിന്നെ നമ്മൾ ആടുന്ന് വിട്ട് പിന്നെ എന്താ പറയുക ഛർദിയും അത് ഇത് ഭയങ്കര ടയർഡ് ഉണ്ടായിട്ടാണ്. ഒന്നാമത് പനിയെല്ലാം വന്നിട്ട് ഒരു സെറ്റായിട്ടാണ്. സൗണ്ടും തന്നെ ഫുള്ള് ചേഞ്ച് തന്നെ ഉള്ളത്. ഒരു ഓക്കെ ആയിട്ട് ഇതിൽ പയ്യെ നമ്മൾ കുറച്ച് മുമ്പിൽ പോയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് ഫ്രഷ് ആണെന്ന് പറഞ്ഞു. പിന്നെ ആടെ ഒരു സൈഡാക്കിയിട്ട് കുറച്ചേരം ഇറങ്ങി മുകളിലും കഴുകി ഭയ്യ ഇച്ചാപ്പ് വീട്ടിലെല്ലാം പോയി വന്ന് ഭയ്യ നമ്മൾ ആടുന്ന് എന്താ പറയല് ഫ്രഷ് എല്ലാം ആയിട്ട് റോഡ് സൈഡിൽ തന്നെ ഫ്രഷ് ആയതിട്ട് ആ റൂമിൽ പോയിട്ട് കുളിക്കാനല്ല ഇങ്ങനെ മുഖമെല്ലാം കഴുകിയിട്ട് കുറച്ച് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് നിർത്തിച്ചത്. അപ്പോൾ ഈ ആടെ സെറ്റായിട്ട് നമ്മൾ നേരെ ആടുന്ന് പോയിട്ടാ.
എന്നിട്ട് ഇച്ചാനെ ചങ്ങാൻ്റെ ഫ്രൂട്ട്സിന് പിടി പോവാൻ നിൽക്കുക, എന്തെല്ലാം വേണം ഇത് വാങ്ങിക്കോ എന്നെല്ലാം പറഞ്ഞ് പൈസ നീ എന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പയ്യെ നമ്മൾ അധികമൊന്നും വാങ്ങിയിട്ട് മറ്റേ മാംഗോ ഉണ്ടായിട്ടാ ഈ നാട്ടിൽ, മറ്റേ മാംഗോ അല്ല, അതായത് ഒരു ചെറിയ കുഞ്ഞ് മാങ്ങ, എന്ത് ടേസ്റ്റ് അറിയാം. ടേസ്റ്റ് നോക്കാനാണ് എടുത്തത്. പയ്യെ ഇക്കനോട് പറഞ്ഞ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ 1 kg ഭയങ്കര പൈസ കേട്ടോ മാംഗോക്കെല്ലാം. അങ്ങനെ അത് വാങ്ങി ആടുന്ന് നമ്മൾ നേരെ ഞാൻ എൻ്റെ സംഭവം എന്തെന്നറിയോ, അത് ചെറിയ മാങ്ങ അത് തിന്നിട്ട് അതിനണ്ടി ഞാൻ എങ്ങനെ ചാടുന്നില്ല, ചാടണ്ടി രണ്ടൂട്ടം കൈ എടുക്കുന്നു, പിന്നെ അത് ബായി കിട്ടിയിട്ട് ഇങ്ങനെ അതിൻ്റെ ഹലാക്കാക്കിയിട്ട് ഞാൻ അത് അണ്ടീൻ്റെ ലാസ്റ്റ് എന്താ അറിയില്ല, അണ്ടിയ വേറെ സംഭവം എന്നറിയില്ല, അങ്ങനെ ഞാൻ അതിൽ തിന്നിട്ട് ചാട്ടിയിട്ട് ഭയ നേരെ അടന്ന് വിട്ടിട്ട് ചാച്ചനെ കുഞ്ഞിനെ നോക്കാൻ വന്നിട്ടുണ്ടായിട്ട് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വരാൻ സമയം കിട്ടിയിട്ട, അപ്പോൾ കുഞ്ഞിക്ക് ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ എന്താ പറയുക ഈ ഡ്രസ്സിൻ്റെ ഷോപ്പ് തപ്പി ലാസ്റ്റ് ഒരു ഷോപ്പ് കിട്ടി. ആർന്ന് കുഞ്ഞിക്കും ഡ്രസ്സ് വാങ്ങി. പിന്നെ എനിക്ക് ഡ്രസ്സ് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് കേട്ടോ, ഒന്ന് എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബൈ എനിക്ക് ഈ ഡ്രസ്സ് വാങ്ങി. എന്നിട്ട് ആയാനും പിന്നെ എന്താ പറയുക ഷാസിൽ ആടെ ഫുള്ള് പീട ഒന്നാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആടെ ഒരു മിറർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇവരെ കാണുന്നല്ല, ഇവർ വിചാരിച്ചത് ഇത് വേറെ ഏതോ കുഞ്ഞ് ബേബി നോക്കിക്കൊണ്ട് കുറേ നേരം ആ മിററിൻ്റെ മുമ്പിൽ ഇവർ രണ്ടാളും കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഭയ്യ എന്താ പറയുക അയൻ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അയൻ്റെ അളയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെ കയ്യിൽ കിട്ടുന്നില്ല. ഭയ്യ സോപ്പിങ്ങെല്ലാം ഇട്ടിട്ട് പിന്നെ നെറ്റ്വർക്ക് പോയിട്ട് പരക്കെത്താനായിട്ടുണ്ടായിന്. പിന്നെ ഒരു രക്ഷയില്ല, എങ്ങനെയല്ല സോപ്പിങ് ഇട്ടിട്ട് ഓന് എന്താ പറയുക നമ്മൾ തന്നെ സ്വന്തം പാടി വായിൽ എന്തെല്ലാം പാട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം മാക്സിമം നമ്മൾ പാടി എന്താ പറയുക എൻജോയ് ആക്കിയത് തന്നെ. പക്ഷെ പെരക്കെത്താനാകുമ്പോൾ ഉണ്ടല്ലോ ഒരു 2 മിനിറ്റ് ഇപ്പം അതുവരെ നല്ല വെയിലുണ്ടായിട്ട് ഇങ്ങനെ ഇക്കെല്ലാം കുളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കാറിൽ AC പറ്റിയില്ല, അതുപോലെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. എത്താനാകുമ്പോഴത്തേക്ക് ഒരു മഴ, എൻ്റെ പൊന്നെ എന്ത് മഴ. അപ്പോഴത്തെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റിയിട്ട് അത്രയും നല്ല അങ്ങനത്തെ നല്ല മഴയല്ല, അങ്ങനത്തെ നല്ല എത്താനാകുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ള് ചളി തന്ന് അങ്ങനത്തെ ഒരു മഴ. പക്ഷെ പോകാനാകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ടെൻഷൻ, മഴ വരുമ്പോൾ ഒരു ടെൻഷൻ എന്ന് വെച്ചെങ്കിൽ ഗ്ലാസ് ഇട്ടിട്ട് AC ഇടും, അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്തെങ്കിലും AC ഇട്ടേ അല്ല പറ്റൂ പറഞ്ഞിട്ട് ഭയ്യ ഒരു സമാധാനം എത്താനായിട്ടാണ്. അങ്ങനെ ഫൈനലി നമ്മൾ എൻ്റെ മാമാൻ്റെ വീട്ടിലെത്തി ഗൈസ്. അങ്ങനെ എന്താക്കിയെന്ന് വെച്ചെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്ക് പിള്ളമാരെല്ലാം ഇങ്ങനെ ഓരോന്നിനെ എറിഞ്ഞിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചെങ്കിൽ മഴയല്ല, മുറ്റത്ത് ഫുൾ വെള്ളം ഇങ്ങനെ ചള്ളി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചാഴ ഇറങ്ങിയിട്ട് ഓരോരോ മക്കളെ പാർസലാക്കി ഭയ്യ നമുക്ക് അവിടെ എത്തി നമ്മൾ ഇപ്പോൾ എൻജോയ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.